അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എമ്പുരാനെ പറ്റിയാണെന്ന് നിങ്ങൾക്കെല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരിക്കും. കാരണം ഇപ്പം എല്ലാവരും ചെയ്യുന്ന അത് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ചെയ്തിരിക്കുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് എമ്പുരാനെ പറ്റിയുള്ള സിനിമയെ പറ്റി തന്നെയാണ്. കാരണം ഇത് കാണാൻ ആളുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ ഹരം. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എമ്പുരാനെ പറ്റി പോസിറ്റീവ് പറയുന്ന ചാനലുകൾ, അല്ലെങ്കിൽ എമ്പുരാനെ പറ്റി നെഗറ്റീവ് പറയുന്ന ചാനലുകൾ, എന്ത് തന്നെയായാലും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബുകാർക്ക് കണ്ടൻറ്റ്, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്കുള്ള കണ്ടൻ്റ് എല്ലാം എമ്പുരാൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് നാൾ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പടത്തിൻ്റെ നമ്മുടെ മിക്കവാറും യൂട്യൂബ് ചാനലുകളിലെല്ലാം ഒരു പടത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി, പ്രേക്ഷകരുടെ അഭിപ്രായം മേടിക്കാൻ വേണ്ടി മൈക്കുമായിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ ചാനലുകളും 24 ന്യൂസ്, റിപ്പോർട്ടർ TV, മാതൃഭൂമി ചാനൽ, മനോരമ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി അവരുടെ മെയിൻ റിപ്പോർട്ടർമാരെ സിനിമാ തിയേറ്ററിൻ്റെ മുമ്പിൽ കാത്തു നിന്നത് ആദ്യത്തെ സംഭവം അല്ലേ. അപ്പം അങ്ങനെയൊക്കെ എമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നു. എമ്പുരാൻ റിലീഫ് ആകുന്നതിന് മണിക്കൂർ മുമ്പ് തന്നെ എമ്പുരാൻ വാർത്തകൾ നിറഞ്ഞു വന്നൊരു കാര്യമായിരുന്നു. ആ ഇടക്കാലത്ത് എന്താണ് സംഭവം? എമ്പുരാൻ ഇറങ്ങത്തില്ലേ, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അങ്ങനെ പോയി കാര്യങ്ങൾ. എമ്പുരാൻ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പം ഇതിൻ്റെ കളക്ഷൻ റെക്കോർഡിനെ പറ്റിയായി ചർച്ചകൾ. അത് ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം അന്ത്യചർച്ചയിൽ അത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയ ഇതുപോലൊരു ചിത്രം പേരെ കാണില്ലായിരുന്നു. അതിനുശേഷം സംഭവിച്ചെന്താ? വിവാദങ്ങൾ. ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോൾ മറുവശത്ത് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നു, അതിനെപ്പറ്റി ചർച്ചയായി. പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും പറയുന്നതാണ്. ഒരു വശത്ത് പറയുന്നത് എമ്പുരാൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് തള്ളാണ്, മറുവശത്ത് പറയുന്നത് തള്ളല്ല, അത് കൃത്യമാണ്. ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്പോട്ട് എന്ന് പറയുന്നത് എമ്പുരാനും ലാലേട്ടനും എന്നുള്ള നടനെയുമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബ്രാൻഡാണ് മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡിനെ അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും വിജയിപ്പിച്ചെടുക്കുവാനുമുള്ള കഴിവ് ആൻ്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജിനും കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പടത്തിൻ്റെ മൂന്നാം ഭാഗത്തെപ്പറ്റി ചർച്ച ഇപ്പോഴേ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ള. ഈ ചിത്രം ഒരുപക്ഷെ ഇറങ്ങുന്നത് 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആകാം, ഇല്ലേ? പക്ഷേ അന്നേരം ഇപ്പോഴേ ആ ചിത്രത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു. പലരും ചോദിക്കുന്ന എമ്പുരാൻ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. മിക്കവാറും യൂട്യൂബ് ചാനലുകളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവും എമ്പുരാനെ പറ്റിയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന പേരുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രത്യേകത അതാണ്. എമ്പുരാൻ എന്ന് പേരെഴുതി നമ്മുടെ ചാനലിൽ തന്നെയാണെങ്കിലും എമ്പുരാൻ എന്ന് പേരെഴുതിയ ആ വീഡിയോയ്ക്ക് കിട്ടുന്ന റീച്ച് വേറെ ഒറ്റ സാധനത്തിന് കിട്ടുന്നില്ല. അത് തന്നെയാണ് എല്ലാവരും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മമ്മൂട്ടിയുടെ ആരാധകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലരുണ്ട്. എനിക്ക് ആരാധകരാണെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ കൃത്യമായിട്ട് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പോയി തിയേറ്ററിൽ പോയി കണ്ടിരുന്നുവെങ്കിൽ, ഈ കമൻ്റ് ഇടുന്ന സമയത്ത് കണ്ടിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങളും വൻ വിജയമായി മാറിയത്. പക്ഷേ അതിനവർ തയ്യാറല്ല. അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെപ്പറ്റി എതിരായിട്ട് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മമ്മൂട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങൾ റിലീസായി. ഒരു ചിത്രം നേടിയത് 20 കോടി രൂപ മാത്രമാണ്. ഇപ്പം സാധാരണ ഒരു നടൻ്റെ ചിത്രത്തിന് കിട്ടുന്ന കളക്ഷനാണ് ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടിയത്. അത് കേരളത്തിലുടനീളം പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ചിത്രമായിരുന്നു. എന്നിട്ട് പോലും കളക്ഷൻ അതിൽ ചെന്നിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം അതിന് വേണ്ടത്ര പ്രൊമോഷൻ കൊടുത്തില്ല. അത് ആരാധകർക്ക് പോലും അറിയില്ലായിരുന്നു മമ്മൂട്ടിയുടെ ഇങ്ങനെ ഒരു ചിത്രം വരുന്നെന്ന്.
അതാണ് സംഭവിച്ചത്. മറ്റൊന്ന് ബഫൂക്കയ്ക്ക് വേണ്ടത്ര പ്രൊമോഷൻ കൊടുത്തില്ല, ആരാധകർ വേണ്ട പോലെ കാണുന്നില്ല. അവർക്ക് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ എമ്പുരാനെ എങ്ങനെയെങ്കിലും തോപ്പിക്കുക എന്നുള്ള തന്ത്രം മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ. അല്ലാതെ തിയേറ്ററിൽ പോയി പടം കാണുമെന്നുള്ളൊരു വിചാരമേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കമൻറ്റ് വരുന്ന മിക്കവാറും ആൾക്കാരോട് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ തിയേറ്ററിൽ പോയി പടം കാണാറില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എമ്പുരാനെ പറ്റിയോ അല്ലെങ്കിൽ മോഹൻലാലിനെ പറ്റിയോ ഏതെങ്കിലും വാർത്ത വരുന്നതിന് കീഴിൽ ചെന്ന് അതിന് എതിരായിട്ട് കമൻ്റ് ഇടുക മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അപ്പം മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രവും 30 കോടിക്ക് മുകളിൽ എത്താൻ പറ്റിയില്ല, 25 കോടിയിലൊക്കെ തട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഹൻലാലിന് മുമ്പേ എന്നാണ് ചിലർ പറയുന്നത്, മോഹൻലാലിനേക്കാളും മികച്ച നടൻ മമ്മൂട്ടിയാണെന്ന് പലരും പറയുന്നു. അതുപോലെ പവറുള്ള ഒരു നടൻ മമ്മൂട്ടിയാണെന്ന് പറയും. ആയിക്കോട്ടെ, എന്നാലും മമ്മൂട്ടിയെ വെച്ച് എങ്ങനെ ഒരു 50 കോടി മുടക്കുമുതലൊരു ചിത്രം എടുക്കാൻ പറ്റും? ഒരു കാരണവശാലും പറ്റില്ല. അതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഒരു 2 ചിത്രങ്ങൾക്ക് റേഞ്ച് കിട്ടിയേക്കുന്നത് 30 കോടി റേഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ആ നടനെ പറ്റി എങ്ങനെ ഒരു 50 കോടിയോ 60 കോടിയോ അല്ലെങ്കിൽ 100 കോടി എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ചിന്തിക്കാൻ വലിയ പാടാണ്. അവിടെയാണ് ഞാൻ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന പവർ ബ്രാൻഡ് ഉദയം ചെയ്യുന്നത്. മിക്കവാറും നമ്മൾ മലയാളത്തിൽ എഴുതിയ ചിലവ് കൂടിയ ചിത്രങ്ങളിലെല്ലാം എവിടെയെങ്കിലുമൊക്കെ മോഹൻലാലിൻ്റെ പ്രസൻറ്റ് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ വിതരണക്കാർക്ക് അറിയാം, എങ്കിൽ മാത്രമേ ഇത് തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലത്തുള്ളൂ. കാശ് ഇത് മുടക്കുന്നത് കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പോൾ എമ്പുരാനെ പറ്റി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, എമ്പുരാൻ്റെ മുടക്ക് മുതൽ തിരിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ആന്റണി പെരുമ്പാവൂർ കൃത്യമായിട്ട് സിനിമ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു, ആന്റണി പെരുമ്പാവൂരിൻ്റെ കുറച്ച് ചിത്രങ്ങളായിട്ട് എല്ലാം നഷ്ടത്തിലാണെന്ന് പറയുന്നു. മരക്കാർ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളെല്ലാം നഷ്ടത്തിലാണെന്ന് പറയുന്നു. ആന്റണി പെരുമ്പാവൂർ വീണ്ടും കോടിക്കണക്കിന് രൂപ മുടക്ക് മുതൽ ചിത്രം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യും. ഏതായാലും ഊഴമുള്ളവരൊക്കെ മനസ്സിലാവും. ഒരു ചിത്രം പരാജയപ്പെട്ട് കഴിഞ്ഞ് കോടികൾ നഷ്ടം ഉണ്ടാകുന്ന ഒരു വ്യക്തി അതിലും കൂടുതൽ മുടക്കി വീണ്ടും ചിത്രം എടുക്കാൻ തയ്യാറാവും? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം പുള്ളിക്കറിയാം ഈ കൃത്യമായിട്ട് എവിടെ ടാർഗറ്റ് ചെയ്യണമെന്നും എങ്ങനെ പണം വസൂലാക്കണമെന്നും പുള്ളിക്കറിയാം. അതിനനുസരിച്ചുള്ള പ്രൊമോഷനാണ് പുള്ളി ചെയ്യുന്നത്. അതിന് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 181 കോടി മുടക്കി എന്ന് ഗോകുലം ഗോപാലനും പറയുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതിനു മുമ്പ് 150-ന് താഴെയായിരുന്നു കേട്ടത്. പക്ഷേ അത് പൊക്കി പിടിക്കുന്ന പലരും ഉണ്ട്. എനിക്ക് തോന്നുന്നത്, എൻ്റെ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അതൊരു ബിസിനസ് തന്ത്രം മാത്രമാണ്. കാരണം 181 കോടി മുടക്കിയ ഒരു ചിത്രമാണ് എന്ന് കണ്ട് ജനങ്ങൾ കീറാനൊരു ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും അതെല്ലാം മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാര്യം അല്ലെങ്കിൽ ഈ ചിത്രം ഇത്രമേൽ 300 കോടിക്ക് മുകളിലൊന്നും തുക നേടാൻ പറ്റത്തില്ല. കാരണം വിവാദങ്ങൾ ഒരു പരിധിവരെ ചിത്രത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് അത്യാവശ്യം വേണ്ടതാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചാനൽ ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ എമ്പുരാൻ മോഹൻലാൽ ബ്രാൻഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം സത്യമല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെ പലർക്കും ഈ ചൊറിച്ചിലുണ്ടാകും, കുരു പൊട്ടുന്നവർ കാണും. അവരെല്ലാം വന്ന് കമൻ്റ് ഇടും. ഈ കമൻ്റ് ഇടാൻ നമുക്ക് കേൾക്കുന്നതിന് നമുക്കൊരു ആനന്ദമാണ്. കാരണം മോഹൻലാലിനെ പറ്റി പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ഇവരെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വളരെ സന്തോഷമാണ്. ആ സ്ഥാനത്ത് മമ്മൂട്ടിയെ പറ്റി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? എത്ര പേര് കാണുന്നു? നമ്മൾ റീച്ചൊക്കെ ഓരോരുത്തരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം മോഹൻലാലിനെ പറ്റി പോസിറ്റീവ് ഇട്ടാലും നെഗറ്റീവ് ഇട്ടാലും അവൾ റീച്ച് കയറും. അതാണ് യൂട്യൂബുകാരും തുടരുന്നൊരു മാർഗം. മോഹൻലാലിൻ്റെ ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി വീഡിയോ നിരന്തരമായി ഇടുക, അതുപോലെ അതിനെപ്പറ്റി സംസാരിക്കുക, ആൾക്കാർക്ക് കാണാനൊരു താല്പര്യം ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളെല്ലാം പൊതുവെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മോഹൻലാലിൻ്റെ ചിത്രം കാണുവാനും
മോഹൻലാലിനെ പറ്റി അറിയാനും താല്പര്യമുള്ള ഒരു ജനവിഭാഗം ഉണ്ട് എന്ന് കരുതി തന്നെയാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള നടന്മാരെ പറ്റി ഇത്രയും നമ്മൾ സംസാരിക്കാത്തത് എന്താ? സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല, കേൾക്കാനും കൂടെ ആൾ വേണ്ടേ. ഇപ്പം ഞാൻ എമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അടുത്ത കാലത്ത്. അത് കാണാൻ ആളുണ്ട്, കേൾക്കാൻ ഉള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അതുപോലെ നമുക്ക് എതിരായിട്ടുള്ള എല്ലാവരും ഒരേ സ്ഥലത്ത് നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹാരം വരത്തില്ല. ഇപ്പം എതിരാളികളുണ്ട് നമുക്ക്, ചില മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വന്ന് നമുക്ക് എതിരെ കമൻറ്റ് വിടുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഹാരം, നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റുകൾ അവർ തരുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടും, എൻ്റെ ചാനലങ്ങ് നിർത്തിയിരിക്കണം, അടിച്ച് പൊട്ടിക്കണം എന്നൊക്കെ പറയുന്നത്. അവരോടൊക്കെ എന്നോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, കരഞ്ഞോളൂ, ചീത്ത വിളിച്ചോളൂ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷേ ഒരു നടൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത്ര ആദ്യം വെപ്രാളവും പരവശവും ഒക്കെ ഉണ്ടാകുന്നുള്ളൂ. അത് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമവും പരവശവും വെപ്രാളവും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഇങ്ങനെ തകർക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു രോദനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരും. അതാണ് നിങ്ങളുടെ കമൻറ്റിലൂടെ എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ വീഡിയോ തന്നെ ലാഗായിപ്പോയിരുന്നു എന്ന, മമ്മൂട്ടിയുടെ ബസുക്ക പോലെ ലാഗ് അടിക്കുന്നു എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഏതായാലും അതിന് എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ്, ഇച്ചിരി ലാഗായിട്ടാണ് പറയുന്നത്. അല്ല സ്പീഡിൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല, അതെൻ്റെ കുറ്റമാകാം. ഈ പറഞ്ഞ ആളിൻ്റെ അഭിപ്രായം ഞാൻ മാനിക്കുന്നുണ്ട്. ഞാൻ പരമാവധി സ്പീഡിൽ പറയാൻ വേണ്ടി ശ്രമിക്കും. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം.